പ്രൈസ് ദി ലോർഡ്. ഈ ക്രൈസ്തവ സംഗീത സന്ധ്യ പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിന് വേണ്ടി EPC ജയോത്സവം വർഷിപ്പ് സെൻറ്റർ സൺഡേ സ്കൂൾ മാസ്റ്റർ മാത്യു ജോർജ് അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ 6-ാം ദിവസം സന്ധ്യയുടെ യാമത്തിൽ അവിടുത്തെ ദാസിദാസന്മാരാകുന്ന ഞങ്ങൾക്ക് അവിടുത്തെ ആലയത്തിൽ കൂടി വരുവാൻ, അവിടുത്തെ തിരുനാമത്തെ നോക്കി വിളിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യപദവിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കൂടിയിരിക്കുന്നത് കർത്താവിൻ്റെ അധ്വാനത്തിൽ അധ്വാനിച്ച് കർത്താവെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഭക്തവത്സലൻ പാസ്റ്റർ അവറുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാകുന്നുവല്ലോ. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് കാരണമാക്കി തീർക്കണം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തക്കോട്ടയ്ക്കൽ മറച്ചിരിക്കിയാൽ സ്തോത്രം. മടക്കയാത്രയിലും അവിടുന്ന് സൂക്ഷിക്കും. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും തിരുക്കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം അവിടുന്ന് എടുക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ സംഗീത സന്ധ്യ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും ആരംഭിക്കുന്നതിനും സന്ദേശം നൽകുന്നതിനും പ്രിയ ഭക്തവത്സലൻ പാസ്റ്ററെ ഓർക്കുന്നതിനുമൊക്കെ EPC ജയോത്സവം വർഷിപ്പ് സെൻറ്റർ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ദാനിയേൽ കൊന്നേൽക്കുന്നവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രസിദ്ധനായ, കർത്താവിൽ നിന്ന് പ്രാപിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഭക്തവത്സലൻ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ, തൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ഓർക്കുവാൻ കൂടിയിരിക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ജയോത്സവം വർഷിപ്പ് സെൻറ്ററിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് സഹോദരന്മാരായ സാബു മുളക്കുടി അവറുകൾ, മറ്റ് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുക. 7 പതിറ്റാണ്ടിലധികം 74 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് 5 പതിറ്റാണ്ടിലധികം കർത്താവിൻ്റെ മഹത്വമുള്ള വേല വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ ചെയ്ത് ഓട്ടം തികച്ച് നിത്യതയിൽ പ്രവേശിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ് പാസ്റ്റർ ഭക്തവത്സലൻ അവറുകൾ. പ്രിയ കർത്തൃദാസൻ്റെ ഗാനങ്ങൾ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഒരിക്കലും നശിച്ചു പോകാത്ത അനശ്വരമായ ഗാനങ്ങളുടെ ഉടമയാണ് ഭക്തവത്സലനങ്ങൾ. EPC ജയോത്സവം വർഷിപ്പ് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെയുള്ള ദൈവമക്കളുമായിട്ട് ഇഴയെടുപ്പുമുള്ള ബന്ധമുള്ള ഒരു വിലയേറിയ കർത്തൃദാസനാണ്. നമ്മുടെ വീടുകളിൽ വന്ന് പാർക്കുന്ന, നമ്മുടെ സഭായോഗങ്ങളിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന, വളരെ സ്നേഹപൂർവം വിളിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും ഒരു പിതൃസ്നേഹം പകർന്നു തന്ന ഒരു ശ്രേഷ്ഠനായ ദൈവദാസനായിരുന്നു ഭക്തവത്സലൻ അങ്കിളെന്ന് ഇത്തരുണത്തിൽ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും ഒരു സഭായോഗത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ പാടാതിരിക്കുകയില്ല. ക്രൈസ്തവ കൈരളിക്ക് നിരവധി ഗാനങ്ങൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിക്കാത്ത പാട്ടുകൾ. നമുക്കറിയാം, ഇന്നത്തെ പല പാട്ടുകളും 1-2
വർഷം ഒരുപക്ഷെ പാടിയെന്ന് വന്നേക്കാം മാക്സിമം. അത് കഴിയുമ്പോൾ പുതിയ പാട്ടുകൾ ഇറങ്ങുകയാണ്, പഴയ പാട്ടുകൾ മറന്നു പോകുന്ന കാലഘട്ടത്തിലാണ്. എന്നാൽ ഒരിക്കലും മറക്കാത്ത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം പാടുന്ന പാട്ടുകളുടെ ഉടമസ്ഥനാണ് ഭക്തവത്സലങ്ങൾ. പ്രത്യേകിച്ച് ക്രൈസ്തവ സംഗീത ലോകത്തിൽ ഒരു സംഗീതത്തിൻ്റെ തന്നെ ആരംഭം കുറിച്ച, ക്രൈസ്തവ സംഗീത കൈരളിക്ക് തന്നെ നിരവധി സമ്മാനങ്ങൾ സമ്മാനിച്ച ആളാണ്. പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീമിൻ്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ്സിൻ്റെ കാസറ്റ് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുവാൻ. കാരണം നല്ല പാട്ടുകൾ അടങ്ങിയ ഒരു കാസറ്റ് ഇന്നും നമ്മളെ ജീവിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഗാനങ്ങളാണ് പ്രിയ കർത്തൃദാസൻ്റെ പാട്ടുകൾ. ആ പാട്ടുകൾ ഒന്ന് പാടാനായിട്ട് റെഡിയായിട്ട് അനേകരുടെ ഇരിപ്പുണ്ട്. ആ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാനും ആ പാട്ടുകളൊന്ന് ആസ്വദിക്കാനും ആ പ്രിയ കർത്തൃദാസൻ്റെ പ്രവർത്തന മേഖലകളെ ഒന്ന് ഓർക്കാനും, പ്രത്യേകിച്ച് അങ്കിളിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആൻറ്റി, മക്കൾ എല്ലാവർക്കും സർവശക്തനായ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഈ സംഗീത സന്ധ്യ നമുക്ക് ആരംഭിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആമേൻ. പ്രത്യാശയുടെ ഗാനങ്ങൾ താൻ രചിച്ചിട്ടുണ്ട്. സന്തോഷവും സമാധാനം നൽകുന്ന ഗാനങ്ങൾ താൻ രചിച്ചിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നു, എൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ്. ക്രിസ്തുവേശുവിൽ കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്ന വലിയ പ്രത്യാശയുണ്ട്. താൽക്കാലികമായി പ്രിയ കർത്തൃദാസൻ്റെ മരണം ക്രൈസ്തവ കൈരളിക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം ലാഭമാണ്. ഞാൻ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. നമുക്ക് ഓർക്കാം, തൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ഓർക്കുന്നതിന് ഈ യോഗം കാരണമായി തീരട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്കൊരുമിച്ച് ഇങ്ങനെ ഞങ്ങൾ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ഭക്തവത്സലങ്ങൾ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തൻ്റെ നല്ല പാട്ടുകൾ, തൻ്റെ നല്ല സന്ദേശങ്ങളൊക്കെ ഓർക്കേണ്ടതിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇവിടെ പറയുന്ന വാക്കുകൾ, അതുപോലെ ഇവിടെ പാടുന്ന പാട്ടുകളെല്ലാം ദൈവനാമത്തിന് മഹത്വമായി തീരാൻ കർത്താവ് ഇടയാക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സംഗീത സന്ധ്യയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സമ്മേളനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾ പാടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം അവിടുന്ന് ബലപ്പെടുത്തുകയും ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. താഴ്ത്തി പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. മാനവും മഹത്വവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സംഗീത സന്ധ്യ, പ്രത്യേകിച്ച് കർത്തൃദാസൻ പാസ്റ്റർ ഭക്തവത്സലങ്ങളുടെ പാട്ടുകൾ, തൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കുന്ന, സ്മരിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മൈക്ക് കർത്താവിൻ്റെ ദാസൻ സാബു മുളക്കുടി അവർക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുക. ആദ്യ ഗാനം സ്നേഹ സോപാനമേ, സിസ്റ്റർ സാന്ദ്ര ആൻഡ് സുജ.
പാസ്റ്റർ ഭക്തവത്സലൻ അവർ സംഗീതം നൽകിയതിൽ ഏറ്റവും പ്രചാരമുള്ളതും അദ്ദേഹം തന്നെ അനവധി വേദികളിൽ ആലപിച്ച ഒരു ഗാനമാണ് പാടുവാൻ എനിക്കില്ലിനി ശബ്ദം. അനേകർ ഏറ്റുപാടിയ ആ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നു സിസ്റ്റർ സിജ ജെ സലിൻ.
ശബ്ദം പാവനനേ സ്തുതികളല്ലാതെ പാരിനിൻ ജീവിതം തീരുംവരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം പാടിടും ഞാൻ നിനക്കായി മാത്രം പാടുവാനേ എല്ലിൻ ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. അടുത്ത ഗാനം യഹോവേ നീ എന്നെ ശോധന ചെയ്തു. നമുക്കായി ആലപിക്കുന്നു സാംജു. Chi, 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 chi.
പറന്നുയർന്നാലും ആഴിതൻ നടുവിൽ ഞാൻ ചരിച്ചാലും ആകാശവിതാനത്തിൽ പറന്നുയർന്നാലും ആഴിതൻ നടുവിൽ ഞാൻ ചരിച്ചാലും അവിടെല്ലാം നിൻ സന്നിധി എൻ ഭാഗ്യം അതുല്യമാം നിൻ കരം എന്നെ നടത്തും അവിടെല്ലാം നിൻ സന്നിധി എൻ ഭാഗ്യം അതുല്യമാം നിൻ കരം എന്നെ നടത്തും യഹോവേ നീ എന്നെ ശോധന ചെയ്തു എന്നെ ഇരിപ്പും നിൽപ്പും നീ അറിയുന്നു യഹോവേ നീ എന്നെ ശോധന ചെയ്തു എന്നെ ഇരിപ്പും നിൽപ്പും നീ അറിയുന്നു എൻ ചിന്തകളെല്ലാം നീ ഗമിക്കുന്നു എൻ നടപ്പും കിടപ്പും നീ അറിയുന്നു എൻ ചിന്തകളെല്ലാം നീ ഗമിക്കുന്നു എൻ നടപ്പും കിടപ്പും നീ അറിയുന്നു യഹോവേ നീ എന്നെ ശോധന ചെയ്തു എന്നെ ഇരിപ്പും നിൽപ്പും നീ അറിയുന്നു. അടുത്ത ഗാനം ആലപിക്കുന്നു സന്ദ്ര എസ് സാബ്. Praise God. സർവേശ്വരാ നിൻ
അടുത്തതായി പാസ്റ്റർ ഭക്തവത്സലൻ ഓറകളെക്കുറിച്ച് ചില അനുസ്മരണ വാചകങ്ങൾ പറയുന്നതിന് വേണ്ടി ജെൻസൺ കണ്ണമ്പുഴകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. IPC ജയോത്സവം വർഷിപ്പ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലെ കർത്താവിൻ്റെ ദാസൻ ഭക്തവത്സലിനെ അദ്ദേഹം ക്രൈസ്തവ കൈരളിക്ക് നൽകിയ ഗാനങ്ങളെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനരംഗത്ത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ടെന്നൊക്കെ തെളിയിക്കുന്ന അനുഭവങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഗാനങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ഒരു സന്ദർഭത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണെങ്കിൽ എൻ്റെ നാട്ടുകാരനാണ് കർത്താവിൻ്റെ ദാസൻ ഭക്തവത്സലൻ, തൃശ്ശൂരുകാരനാണ്. ഞാൻ എൻ്റെ ഓർമ്മകൾ നോസ്റ്റാൾജിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു 40 വർഷമൊക്കെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ, അന്നെൻ്റെ കുട്ടിക്കാലത്തൊക്കെ കൺവെൻഷനുകളൊക്കെ നടക്കും. അന്നത്തെ സുവിശേഷ യോഗങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കൺവെൻഷനുകൾക്ക് അല്ലെങ്കിൽ സുവിശേഷ യോഗങ്ങൾക്ക്, ഓരോ സഭകൾ നടത്തുന്ന ആ സുവിശേഷ യോഗങ്ങൾക്കൊക്കെ കടന്നു പോകുക എന്ന് പറയുന്ന കൂട്ടമായിട്ടാണ് പോവുക. നമ്മൾ നടന്നും അതുപോലെ തന്നെ ബസ്സുകളിലൊക്കെ പോയി പാട്ടുകളൊക്കെ പാടി വളരെ സന്തോഷത്തോടൊക്കെ പോയി സംബന്ധിക്കുന്ന ഒരു ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൺവെൻഷനുകളൊക്കെ പോകുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളോ അല്ലെങ്കിൽ സംഗീത ട്രൂപ്പുകളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടങ്ങളൊക്കെയാണ് അന്നത്തൊക്കെ. വളരെ അപൂർവമാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ പീച്ചിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ പീച്ചി മാഷ് എന്നൊക്കെ പറയും, നമ്മളെ പാസ്റ്റർ KO വർഗീസ് അവറുകളുടെ സെൻട്രൽ കൺവെൻഷനൊക്കെ ഭക്തവത്സലൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അപ്പോൾ അന്നൊക്കെ ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരമുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് ഈ പീച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കൊക്കെ ആളുകൾ ഇടിച്ചു കയറിയാണ് പോവുക. ബസ്സുകളൊക്കെ അന്ന് പ്രത്യേകമായിട്ട് ഈ മീറ്റിങ്ങിന് ശേഷം പ്രത്യേകമായി ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തിയെ കാണുവാൻ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കൺവെൻഷനെ സംബന്ധിക്കണം. അതുപോലെ തന്നെ പാസ്റ്റർ ഭക്തവത്സലിൻ്റെ പാട്ടുകൾ കേൾക്കണം. കാരണം അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആകൂടിയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹാർമോണിയം അല്ല, മറ്റേ അക്കോർഡിന എന്നാ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. കാരണം പിന്നെ എവിടെ നിന്നാൽ ആളെ കാണാൻ പറ്റും. നമ്മുടെ ദാനിയൽ പാസ്റ്റർ പോലെയാണ്, ഒരു ആചാരബാഹുവാണ്. പക്ഷേ ദാനിയൽ പാസ്റ്റർ വെളുത്തിരിക്കുന്നു, അദ്ദേഹം കറുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു ആചാരബാഹുവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഭക്തവത്സലൻ. അപ്പോൾ എവിടെ നോക്കിയാലും അദ്ദേഹത്തെ കാണാം. അന്നത്തെ സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ സ്റ്റേജുകളല്ല, മുളവാടിയൊക്കെ കെട്ടിവെച്ച സ്റ്റേജുകളാണ്. ആ സ്റ്റേജിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെല്ലാം കേൾക്കുക. അന്ന് അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനല്ല, പക്ഷേ അന്നും അദ്ദേഹം കർത്താവിന് വേണ്ടി പാടുന്ന, അല്ലെങ്കിൽ അനേകരെ കർത്താവിലേക്ക് ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള പാട്ടുകൾ പാടുന്ന ഒരു ഭക്തനായിരുന്നു. കാരണം സംഗീതത്തിന് വേണ്ടി അത്രമാത്രം സമർപ്പിക്കപ്പെട്ട, ക്രിസ്തീയ സംഗീതത്തിന് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം കൊടുത്ത താലന്ത് ദൈവത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുമെന്നുള്ള ഉത്തമമായ സമർപ്പണ മനോഭാവമുള്ള ഒരു ദൈവദാസനായിരുന്നു ഭക്തവത്സലൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ഹല്ലേലൂയ നമ്മുടെ മനസ്സിലൊക്കെ, എൻ്റെ മനസ്സിലൊക്കെ അതിനുശേഷം അതൊക്കെ കഴിഞ്ഞു, കാലഘട്ടമൊക്കെ മാറി. പിന്നെ ഒരു എന്താ പറയുക, ബാല്യകാലം കഴിഞ്ഞു ഒരു യൗവനത്തിൻ്റെയൊക്കെ ആ ദിശയിലേക്ക് എത്തിയ സമയത്തൊക്കെ പിന്നെ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ സംഗീത വിവാദം, അതൊരു നാഷണൽ ലെവലിലുള്ള ഒരു സംഗീത ട്രൂപ്പാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ പഴഞ്ഞുകാരനായിരുന്ന ഭക്തവത്സലൻ പിന്നീട് ബാംഗ്ലൂർ സെറ്റിലായി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത്, ഹാർട്ട് ബീറ്റ്സിൻ്റെ എല്ലാമായി ഡയറക്ടറായി നിൽക്കുന്നത് പാസ്റ്റർ ഭക്തവത്സലനായിരുന്നു. ആ ഭക്തവത്സലനായിരുന്ന ദേവദാസൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്ന് ഇവിടെയൊക്കെ സംഗീതം അല്ലെങ്കിൽ ആലപിക്കുവാൻ, അല്ലെങ്കിൽ അന്നത്തെ സംഗീത ട്രൂപ്പുകൾ എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ്സ്, അതുപോലെ തന്നെ ഗോസ്പൽ ട്യൂൺസ് വളരെ കുറച്ച് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ തൃശ്ശൂർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന, നിങ്ങളൊക്കെ എത്രത്തോളം വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, അത്രമാത്രം ജനമായിരിക്കും. ഓഡിറ്റോറിയത്തിലൊന്നും ഇരിക്കുവാൻ നമുക്ക് സീറ്റ് കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം നടക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് വളരെ
അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഓരോ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ ചെന്നാൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. കാരണം ഇരിക്കാൻ ഇടമില്ലാത്ത വിധത്തിൽ അത്ര ജനക്കൂട്ടമായിരിക്കും ആ മീറ്റിങ്ങുകളിലൊക്കെ, ആ സംഗീത സന്ധ്യകളൊക്കെ നടക്കുന്നത്. അത്ര അനുഗ്രഹിക്കപ്പെട്ട സംഗീത സന്ധ്യകളാണ് ഭക്തവത്സലിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പ്രിയ ദേവദാസിനെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവസാനമായിട്ട് ഹാർട്ട് ബീറ്റ്സിൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു ഗാനമാണ് ഹാ 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടുള്ള പാട്ട്. എല്ലാവരും ചേർന്നിട്ട്, അന്ന് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർ അന്നൊക്കെ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഏറ്റവും അവസാനം പാടുന്ന പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടൊക്കെ പാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന പറയില്ല, അത്ര രോമാഞ്ചമാണ് ഇവരുടെ ആ സംഗീത ശുശ്രൂഷയൊക്കെ അനുഭവിക്കുമ്പോൾ. അത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം അത് എങ്ങനെയാണ് ഇന്നത്തെ എല്ലാം അനുഭവിക്കുവാനുള്ള എല്ലാം ഇൻസ്ട്രുമെൻസുകളൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് അന്നത്തെ കാലഘട്ടത്തിലെ അവരിലുണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ റയറായിട്ടുള്ള പല ഇൻസ്ട്രുമെൻസുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ. അതൊക്കെ വെച്ച് പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അത്രമാത്രം വളരെ ദൈവം കൊടുത്ത കഴിവ്. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എബ്രായർ ലേഖനത്തിൽ 13 അതിൻ്റെ 7 വാക്യത്തിലൊരു വാക്യം പറയുന്നുണ്ട്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ വിശ്വാസം അനുകരിച്ച്, അല്ലെങ്കിൽ അവർ പ്രസംഗിച്ച വാക്ക് കേട്ട് അവരുടെ വിശ്വാസത്തെ അനുകരിക്കാൻ പറയുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇന്നത്തെ തലമുറ പലപ്പോഴും സെക്കുലർ ഫീൽഡിലേക്ക് അവർക്ക് ചെറിയൊരു കഴിവുകൾ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു പാടുവാനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനോ കഴിവ് കിട്ടുമ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് സെക്കുലർ ഫീൽഡിലേക്കാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ഭക്തവത്സലനൊക്കെ കർത്താവിൻ്റെ ദാസനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്നൊക്കെ നല്ല സംഗീത ജ്ഞാനമുണ്ടായിരുന്നു, വളരെ അധികം അറിവുള്ള അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാന നിമിഷം വരെയും കർത്താവിന് വേണ്ടി പാടിയ ഒരു ഭക്തനായിരുന്നു. ഭക്തവത്സലൻ എന്നുള്ള വാക്കിനെ എല്ലാം കൊണ്ടും വളരെ ആപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഭക്തവത്സലൻ പാസ്റ്റർ. ഹല്ലേലൂയ. അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോയി ഹാർട്ട് ബീറ്റ്സിൻ്റെ ആ ശുശ്രൂഷ മേഖല. അപ്പോൾ അദ്ദേഹം പെന്തക്കോസ് അനുഭവമല്ലായിരുന്നു. പിന്നീട് അദ്ദേഹം പെന്തക്കോസ് അനുഭവത്തിലേക്ക് പൂർണ്ണമായി വന്നതിന് ശേഷം അദ്ദേഹം ഹാർട്ട് ബീറ്റ്സ് വിട്ടു. അതിനുശേഷമാണ് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ട്രൂപ്പ് അദ്ദേഹം ആരംഭിക്കാനിടയായത്. പിന്നെ അദ്ദേഹം ഒരു സഭ പാസ്റ്ററായി തീർന്നു. അങ്ങനെ ദൈവനാമത്തിന് വേണ്ടി അവസാനം വരെയും ഞാൻ ചിന്തിക്കുകയാണ്, ഇതുവരയ്ക്കും അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അകലിൽ നിന്ന് വീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലൊക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ദേവദാസൻ പാടിയ പാട്ടുകൾ, ദേവദാസൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഘനഗംഭീരമായ ശബ്ദം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആകാര ഭംഗി, ഇതൊക്കെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അന്നും ആകർഷിച്ചിട്ടുണ്ട്, അവസാന നിമിഷം വരെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും അത് നമ്മളെ ഒത്തിരി ഉത്തേജിപ്പിക്കുന്നതാണ്, ആത്മീയമായി നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കുന്നതാണ്, ഒത്തിരി നമ്മളെ ആത്മീയമായി ഉണർത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തവത്സലൻ എന്ന് പറയുന്ന ദേവദാസൻ നമ്മളെ വിട്ട് പോയി എങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ പോയി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും മരിക്കാത്ത ഓർമ്മകളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ക്രൈസ്തവ സംഗീത കൈരളിക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ ആ സംഭാവനകളെ ഓർക്കുവാൻ IPC ജയോത്സവം വർഷിപ്പ് സെൻറ്ററിന് ഈ സഭയ്ക്കും സാധിച്ചുവല്ലോ. ഇവിടെ പാടുന്ന പാട്ടുകൾ പല സ്ഥലങ്ങളിലും അനുസ്മരണ സമ്മേളനങ്ങളും അതുപോലെ തന്നെ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വലിയ പ്രോഗ്രാം തൃശ്ശൂരൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അന്നേരം നമുക്ക് നമ്മുടേതായ ചെറിയൊരു ഉപഹാരം, നമ്മുടെ IPC ജയോത്സവം വർഷിപ്പ് സെൻറ്ററിൻ്റെ ചെറിയൊരു ഉപഹാരമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ കൈരളിക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമ്മുടെ സഭയിലുള്ള ഒത്തിരി വ്യക്തികൾ, വ്യത്യസ്തരായുള്ള വ്യക്തികൾ എല്ലാവരും പാടി ആ പാട്ടുകൾ, അദ്ദേഹം പാടിയ പാട്ടുകൾ പാടി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഓർക്കുവാൻ, അല്ലെങ്കിൽ അദ്ദേഹം പാടിയ പാട്ടുകളെ ഓർക്കുവാനുള്ള അവസരം ലഭിച്ചു തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള ഒത്തിരി ഭക്തന്മാരെ, ഒത്തിരി ക്രൈസ്തവ സംഗീത മേഖലയ്ക്ക് ഒത്തിരി നല്ല സംഭാവനകൾ നൽകുന്ന എന്താ പറയുക, ഒത്തിരി ദൈവദാസന്മാരും ദൈവദാസിമാരും നമ്മളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇപ്രകാരം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത IPC ജയോത്സവം വർഷിപ്പ് സെൻറ്ററിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സംഗീത മേള തുടരുകയാണ്. അടുത്ത ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ആരാധ്യനെ സമാരാധ്യനെ റിബക്ക സൂസൻ ഡാനിയൽ ആൻഡ് ഹെന്ന റൂബി ഡാനിയൽ.
അടുത്ത ഗാനം ആലപിക്കുന്നു സുജ, സിസ്റ്റർ സുജ. നിശബ്ദതയിൽ നിരാശ തന്നെ ചുഴിയിൽ ഞാൻ നീലാരംബനായി നിന്നപ്പോ നീതന്നെനിക്കു നിൻ വലങ്കരം നിശയുടെ നിശബ്ദതയിൽ നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നെ ചുഴിയിൽ ഞാൻ നീലാരംബനായി നിന്നപ്പോ നീതന്നെനിക്കു നിൻ വലങ്കരം നിശയുടെ നിശബ്ദതയിൽ
തന്നെ ചുഴിയിൽ ഞാൻ നീലാരംബനായി നിന്നപ്പോ നീ തന്നെനിക്കു നിൻ വലങ്കരം ഈശോയുടെ നിശബ്ദതയിൽ അടുത്ത കാലം ആലപിക്കുന്നു സാംജു. ഒന്നു മാത്രം അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. നീ മാത്രം മതിയായവൻ, യേശുവേ രക്ഷക, നീ മാത്രം മതിയായവൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലേ ഭൂവിൽ മിത്രമാ, മറ്റാരെയും ഞാൻ കാണുന്നില്ലേ ഭൂവിൽ മിത്രമാ. ഒന്നു മാത്രം
വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. രോഗത്താൽ ക്ഷീണിതനായിടുമ്പോ, ദേഹം ക്ഷയിച്ചിടുമ്പോ, രോഗത്താൽ ക്ഷീണിതനായിടുമ്പോ, ദേഹം ക്ഷയിച്ചിടുമ്പോ, നിൻ കൃപ ഒന്നേ ആശ്രയം. എന്തൊരാശ്വാസം, നിൻ കൃപ ഒന്നേ ആശ്രയം. എന്തൊരാശ്വാസം. ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെയും ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. സൂക്ഷിപ്പാൻ ശക്തനും. അടുത്ത ഗാനം എൻ ഹൃദയവീണൻ തന്ത്രികളിൽ സിസ്റ്റർ സിജ ജയസലിൻ ആലപിക്കും. നമ്മുടെ സംഗീത പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇതിനുശേഷം പരിശുദ്ധൻ മഹോന്നതൻ ദേവൻ എന്നുള്ള പാട്ട് പങ്കെടുത്ത എല്ലാ ഗായകരും ഒന്നിച്ച് പാടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. Hallelujah.
നമ്മുടെ സംഗീത നിശയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇതിന് അവസരമൊരുക്കി തന്ന പ്രിയ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 15-ാം തീയതി കർത്താവിൽ പ്രിയ ഭക്തവത്സൻ അവറുകളുടെ താൻ പ്രിയം വെച്ച കർത്തസന്നിധിയിലേക്ക് ചേർത്ത വിവരം വളരെ വേദനയോടാണ് അറിഞ്ഞത്. അദ്ദേഹവുമായിട്ട് ഈ സഭയ്ക്ക് പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വളരെ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അടക്കം അനേകം വ്യക്തികളുമായിട്ടും അതേ ബന്ധം, സ്നേഹബന്ധം, ആത്മീയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. 70കളിലും 80കളിലും ക്യാമ്പസ് ക്രൂസേഡിൻ്റെ ഗാനങ്ങൾ കേൾക്കാത്തവരും ആസ്വദിക്കാത്തവരുമായിട്ട് മലയാളികളാരുമില്ല. എൻ്റെയും വിദ്യാഭ്യാസ കാലത്തൊക്കെയാണ് ഈ പാട്ടുകളൊക്കെ കേൾക്കുകയും ചർച്ചുകളിലൊക്കെ പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസരമായിരുന്നു. അത്രയും വളരെ നല്ല ഗാനങ്ങൾ, ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഈ ഗാനങ്ങളൊക്കെ എഴുതിയവരെയൊക്കെ ഒന്ന് കാണുവാനും പാടിയവരെയൊക്കെ കാണുവാൻ ഒരു അവസരം കിട്ടുമെന്നൊക്കെ അന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ കാലമേറെ കഴിഞ്ഞപ്പോൾ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയ ദേവദാസനെ തന്നെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജയോത്സവം ക്രൂസൈഡുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിന് ആതിഥ്യം അരുളുവാനും ഒക്കെ കഴിഞ്ഞു. അന്ന് മുതൽ വളരെ ഊഷ്മളമായ ബന്ധം, വളരെ ആത്മീയമായ നല്ല സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. ഒരു വളരെ സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ അദ്ദേഹം എനിക്ക് നൽകി. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അത്ര പെട്ടെന്ന് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല, ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒട്ടേറെ കാര്യങ്ങൾ ഒരു മറയും കൂടാതെ ചെറിയ സംഭവങ്ങൾ പോലും പറഞ്ഞ് രാത്രി ഏറെ വൈകിയൊക്കെ ഇരുന്ന സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ആ പേര് സൂചിപ്പിക്കുന്ന പോലെയുള്ള ഭക്തി, ഒരു തികഞ്ഞ ഈശ്വരഭക്തൻ, ദൈവഭക്തൻ എന്നുള്ള അത് വിളിച്ചോളുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അറിഞ്ഞപ്പോൾ പല ഗ്രൂപ്പുകളും ഓൺലൈനിലുമൊക്കെ ആയിട്ട് അനേക പരിപാടികളൊക്കെ നടത്തിയപ്പോൾ ഞങ്ങളിവിടെ ഒരു സംഗീത പരിപാടി നടത്തണം, അല്ലെ ഒരു അനുസ്മരണം നടത്തണമെന്നിങ്ങനെ ആലോചിച്ചു. എന്നാൽ സാഹചര്യം ഒത്തു വന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ എറണാകുളത്ത് പോയി പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഈ മലയാളത്തിലുള്ള എല്ലാ സംഗീതജ്ഞരും സംഗീതവുമായി ബന്ധപ്പെട്ടവരെല്ലാവരുമുള്ള വലിയൊരു സദസ്സ് അദ്ദേഹത്തെ യാത്രയാക്കുവാൻ എത്തിയിരുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടക്കുവാനിടയായി. എന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രിയ ബീന ആൻറ്റിയോടും മക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെയുള്ള അനുശോചനവും ദൈവക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഗായകർക്കും, ഈ ചർച്ചിലെ സംഗീതജ്ഞരെ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ചർച്ച്. ഈ ചർച്ചിലെ ഈ ഗാനപരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അനുശോചനം പറഞ്ഞ ജൻസൺ ബ്രദർ, പ്രിയ പാസ്റ്ററോടും എല്ലാം കടന്നു വന്ന് പങ്കെടുത്ത എല്ലാവരോടും, ഓൺലൈനിൽ അനേകം പേര് വീക്ഷിക്കുന്നുണ്ട്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.